ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും പരീക്ഷ ടെൻഷനിലേക്കായിരിക്കും, പരീക്ഷയെക്കുറിച്ച് ഓർത്ത് വിഷമത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് നല്ല പഠിച്ചവരാണ് എങ്കിൽ പ്രതീക്ഷയിലേക്കായിരിക്കും. എന്തൊക്കെയാണെങ്കിലും വളരെ വലിയ ഒരു ടേണിംഗ് പോയിന്റ് നമ്മൾ ഇനി എത്രയൊക്കെ മാറ്റി നിർത്തിയാലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് വളരെ വലിയൊരു പോയിന്റ് തന്നെയാണ്. നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള അഡ്മിഷൻ ആയിക്കോട്ടെ, ബാക്കി കാര്യങ്ങൾക്കായിക്കോട്ടെ, മാർക്ക് വലിയൊരു ഘടകം തന്നെയാണ്. പക്ഷേ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി പഠിക്കുന്നു, എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നൊക്കെ കാര്യങ്ങളിരിക്കും. പക്ഷേ ലൈഫിൽ സത്യത്തിൽ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഇതിനപ്പുറവും ഇരിക്കും. അതുകൊണ്ട് തന്നെ പരീക്ഷകളെ വളരെയധികം മാനസിക സമ്മർദ്ദത്തോടെ എടുത്ത് ആ രീതിയിലൊരു സമീപനം ഒരിക്കലും അരുത്. കാരണം സ്കൂളുകളിലെല്ലാം കൗൺസിലിംഗ് സെഷനുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അതില്ലാത്ത സ്കൂളുകൾ ഉണ്ടാകാം. എന്തൊക്കെ തന്നെയാണ് എങ്കിലും വിദ്യാർത്ഥികളിൽ ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം ഏറി വരുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതൊരു പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആ എടുക്കുന്ന അപ്രോച്ചിൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ പരീക്ഷ 100% കോൺഫിഡൻസോട് കൂടി നന്നായിട്ട് തന്നെ പഠിച്ചെഴുതുക. ആരും ഈ തുണ്ട് വയ്ക്കൽ അല്ലെങ്കിൽ കോപ്പി അടിക്കാം എന്ന് പറഞ്ഞു പോകില്ല. അങ്ങനെ അവസാനം ഡിപ്രഷനിലേക്ക്, അല്ലെങ്കിൽ അത് പറ്റാതെ വന്നിട്ട് ഉള്ള മാർക്കും കൂടി കൊണ്ട് കളയരുത്. അപ്പോൾ നിങ്ങളുടെ ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ എത്രയാണെന്ന് അറിയാം. അതിനേക്കാളും ഒരു പടി മുന്നിൽ നിങ്ങൾ എത്രയൊക്കെ പഠിച്ചിട്ട്, അതായത് നിങ്ങൾ 1 മുതൽ 9 വരെ പഠിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകില്ല. പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മത്സരങ്ങൾക്ക് പോയിട്ടുണ്ടാകാം, സുഗമ പരീക്ഷയുടെ ഉണ്ടാകാം. പക്ഷേ നിങ്ങളെ അളക്കുന്ന, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഉപകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ 10 വർഷത്തെ കോഴ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മുടെ ലെവലിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കണം. കാരണം നമ്മളിട്ട എഫർട്ട് നമുക്കറിയാം. അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ പൊന്നുമക്കളെ. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, പരീക്ഷകളെ വളരെ ഈസി ആയിട്ട് എടുക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങളെ കടുപ്പിക്കുകയൊന്നുമില്ല. നിങ്ങൾ ആ രീതിയിൽ ആ പരീക്ഷകളെ എഴുതുക. ഇനി പരീക്ഷ ഒരു പക്ഷേ പാടാണെങ്കിൽ ദാറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ലൈഫ് എന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്നൊരു നിമിഷം എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ്. പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ 10ാം ക്ലാസ് ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, സ്കൂൾ ജീവിതത്തിലെ വലിയൊരു ലാസ്റ്റ് മൊമെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 10 വരെ പഠിക്കുന്ന ആ ഒരു വൈബ് +1 +2 നിങ്ങൾക്ക് കിട്ടില്ല. ഇനി +1 +2 പഠിച്ചവർക്കാണെങ്കിൽ നിങ്ങൾ ഈ സ്കൂൾ ജീവിതം തന്നെ, പിന്നെ നിങ്ങൾ ഒരു സ്കൂൾ കുട്ടിയായിട്ടല്ല, പിന്നീട് യുവതി യുവാക്കന്മാരായിട്ടാണ് നിങ്ങൾ കോളേജുകളിൽ പോകുന്നത്, ഫ്രഷേഴ്സ് ഡേക്ക് പോകുന്നത്. ആ വൈബ് വേറെ ആയിരിക്കും. അപ്പോഴും നിങ്ങൾ പലരും, അല്ലെങ്കിൽ കടന്നു വന്ന പലരും സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് എന്തായാലും മിസ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ അതും കൂടി പരമാവധി എൻജോയ് ചെയ്ത് ആ സ്കൂൾ ലൈഫിനെ ഒന്ന് മനസ്സിലാക്കി, അവസാന നിമിഷമല്ലേ, അടിച്ചു പൊളിക്ക്, പഠിക്ക്, പരീക്ഷ എഴുത്, നല്ല മാർക്ക് കിട്ടട്ടെ. Bye.